ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ആലു പറാത്തയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വലിപ്പമുള്ളതാണ് കേട്ടോ. അതിനിങ്ങനെ തോലൊക്കെ കളഞ്ഞ് നമ്മുടെ നന്നായി ഈ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്നും ചേർക്കാതെ വെള്ളം മാത്രം ഒഴിച്ച് ഞാനൊരു 2-3 വിസിൽ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് പ്രഷർ പോകാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അല്പം ജീരകപ്പൊടി. ഇത്ര മാത്രമേ മസാലയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായിട്ട് മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ചേർക്കണമെങ്കിൽ ആവാം. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കേണ്ട ആലു മസാലയാണ്. അപ്പോൾ അതിനായിട്ട് പാന് ചൂടാക്കി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 വലിയ പച്ചമുളക് അരിഞ്ഞെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് സവോള 2 എണ്ണം ചെറുതായിട്ട് നല്ല കുനുകുനേന്ന് അരിഞ്ഞ് എടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുമ്പോൾ മാത്രം നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ള നമ്മൾ എടുത്തു വെച്ച പൊടികളുണ്ടല്ലോ ആ പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പൊടി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് ആ പച്ചമണമൊക്കെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചമണം നല്ലോണം മാറുന്നവരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ വേവിച്ച ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഓൾറെഡി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണോ തവിയോ വെച്ച് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ നമ്മുടെ ഉള്ളിയുടെ മസാല ഉണ്ടല്ലോ അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പം അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റി എന്ന് തോന്നുമ്പോൾ മാത്രം തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില മാത്രം 1 പിടിയോളം മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചപ്പാത്തിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ അല്പം കൂടെ വലിയ ഉരുളകളായിട്ട് ഓരോ ഉരുളകളെടുത്ത് മാറ്റാം. അപ്പം ഇങ്ങനെ ഉരുളകളാക്കിയതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയുടെ പലകയുണ്ടല്ലോ അതിലേക്ക് അല്പം പൊടി വെതറി കൊടുത്ത് അതിലേക്ക് ഈ ഉരുള വെച്ച് ഒന്ന് അമർത്തി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ ആലുവിൻ്റെ അത് അതിനകത്ത് ഫില്ലാക്കാൻ പറ്റുന്ന തരത്തിലൊരു പരുവത്തിൽ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ മസാല 1 ടേബിൾ സ്പൂണോളം എടുത്ത് അതിനകത്ത് വെച്ച് നന്നായി ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് നമുക്ക് ആ ഉരുളനെ ഒന്നുകൂടെ ഉരുളിയാക്കി എടുക്കുക. എന്നിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുത്ത് നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എങ്കിൽ മാത്രമേ മസാലയും ചപ്പാത്തിയുടെ ഈ മാവും കൂടെ ഒന്ന് മിക്സായിട്ട് നമ്മൾ പരത്തുമ്പം അത് പൊട്ടിപ്പോവാതെ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലുള്ള ഉരുളകൾ ആദ്യം ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം പരത്താൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഉരുള എടുത്തിട്ട് വേണം ഫസ്റ്റ് ചപ്പാത്തി ആയിട്ട് എടുക്കാൻ. ഇവിടെ ഞാനിപ്പം ആദ്യം ഉണ്ടാക്കി വെച്ച ഉരുള എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ആ ചപ്പാത്തി പലയിൽ വെച്ച് പതിയെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന സ്പീഡിൽ പരത്തിയെടുക്കരുത്. പതിയെ പ്രസ് ചെയ്ത് ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് പൊടി വെതറി അതിനൊന്ന് നമ്മുടെ ഏകദേശം ഒരു ചപ്പാത്തിയുടെ പരുവത്തിലാക്കി മാറ്റാം. കുറച്ച് സാധാ ചപ്പാത്തിനേക്കാളും അല്പം തിക്നെസ് കൂടിയതാണ് ഈ ആലു പൊറോത്ത എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇന്ന് പരത്തിയതിന് ശേഷം നമുക്ക് കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം.
അപ്പം നമുക്കിനി അത് ചുട്ടെടുക്കുന്നതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലോണം ചൂടായി വരുമ്പോൾ മാത്രം നമ്മുടെ പറാത്ത ഇട്ട് കൊടുക്കുക. ഒരു 3 സെക്കൻഡ് കഴിയുമ്പം ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം ഒരു 3 സെക്കൻഡ് കഴിയുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായി ഒന്ന് ബബിൾസ് വരാൻ തുടങ്ങും, ബബിൾ പോലെ അങ്ങനെ പൊങ്ങാൻ തുടങ്ങുമല്ലോ. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ബ്രഷോ സ്പൂണോ വെച്ച് നെയ്യ് 2 സൈഡും ഒരുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ നെയ്യോ ബട്ടറോ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, ഏതായാലും കുഴപ്പമില്ല. ഓയിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് ഇതുപോലെ ഒരു 3-4 സെക്കൻഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ഉള്ളിലുള്ള സംഭവമൊക്കെ നന്നായി കുക്കായിട്ട് ഉള്ളതാണെന്ന് അറിയാമല്ലോ. അപ്പം നമ്മുടെ ചപ്പാത്തി, നമ്മുടെ ഈ പറാത്ത ഇത് നന്നായി ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പം ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് ഈ ആലു പൊറോട്ട ഇങ്ങനെ കഴിക്കണം എന്നുള്ളത്. ഇപ്പോൾ സവാളയും കുറച്ച് ലെമണും അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ തൈരൊക്കെ ചേർത്ത് കഴിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഈ ആലു പൊറോട്ട എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ എൻ്റെ മോന് ഇതിന് കെച്ചപ്പ് കൂട്ടിച്ച് കഴിച്ചപ്പോഴാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്